ഗുഡ് ഈവനിംഗ്, വെൽക്കം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ പ്രത്യേക സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. വളരെ നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഇരു മുന്നണികളും, ബി.ജെ.പിയും ചെറിയ രാഷ്ട്രീയ കക്ഷികൾ വരെ. ഏത് തരത്തിലായിരിക്കും കേരളത്തിലെ ഗ്രാമങ്ങളും പഞ്ചായത്തുകളും നമ്മുടെ നഗരങ്ങളും ഒക്കെ വിധി എഴുതാൻ പോകുന്നത്? ഒരുപക്ഷെ ഇരു മുന്നണികളെ സംബന്ധിച്ചും അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസരം കൂടിയാണ് നാളെ. UDF-നെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്ക് അവസരം കിട്ടാൻ കഴിയുന്ന തരത്തിൽ ഒരുപക്ഷെ 2010 അവർ നേടിയ ആ വലിപ്പത്തിലുള്ള വിജയം ഉണ്ടാകും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതേസമയം തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത്തവണ ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായ വിഷയങ്ങളിൽ വളരെ വലിയ ശ്രദ്ധയൂന്നിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ ഫലം കാണും എന്ന പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചും ഇത്തവണ ഒരുപക്ഷെ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും, അതല്ലെങ്കിൽ ഒരുപക്ഷെ തിളക്കമാർന്ന ഒരു സാന്നിധ്യമെങ്കിലും ആകാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് അവർ കാത്തിരിക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏത് തരത്തിലാണ് കേരളത്തിലെ ജനവിധി വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവരുടെ മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഫലങ്ങൾ അനുനിമിഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. മീഡിയ വണ്ണിനെ സംബന്ധിച്ച് വളരെ വിപുലമായ പരിപാടികളാണ്, വളരെ വിപുലമായ സംവിധാനങ്ങളുമായാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. സമഗ്രമായ സൂക്ഷ്മതയോടുകൂടി ആധികാരികമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് രാവേറെ ചെല്ലുമ്പോഴും കർമ്മനിരതരായി ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ഇടങ്ങളിലും തയ്യാറായി നിൽക്കുകയാണ്. നാളെ രാവിലെ ആദ്യ ഫലങ്ങൾ വരുമ്പോൾ അതിന്റെ മുഴുവൻ വിവരങ്ങളും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഒരുപക്ഷെ നാളെ രാവിലെ ടെലിവിഷൻ സ്ക്രീനിൽ മീഡിയ വണ്ണിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അനുനിമിഷം മാറി മറയുന്ന ലീഡ് നിലയുടെ സൂക്ഷ്മാംശങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓരോരോ വിവരങ്ങളായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിലാണ്. ഇന്ന് രാത്രി ഇവിടെ കൺപോളകൾ ചിമ്മില്ല. കാരണം ഓരോ നിമിഷവും നാളെ നിങ്ങൾക്ക് വിവരങ്ങൾ അടിക്കടി എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ ശ്രദ്ധാപൂർവമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ. ഒരുപക്ഷെ ഏതൊക്കെ തരത്തിലാണ് നാളെ മീഡിയ വൺ നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്ന് നോക്കാം. നാളെ 224 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുള്ളത് എറണാകുളത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ട്രെൻഡ് എന്ന വെബ്സൈറ്റ് അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്നുള്ള ഫലങ്ങൾ വരും. അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും മാറുന്ന ലീഡ് നിലകൾ അതാത് സമയങ്ങളിൽ സ്ക്രീനിൽ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ സഹപ്രവർത്തകൻ അജിംസ് ആണ് ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് നാളെ നിങ്ങൾക്ക് തരേണ്ട വിവരങ്ങളും അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്നത്. അജിംസ്, എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്ക് ഈ ലീഡ് നിലയും അതോടൊപ്പം തന്നെ വിജയത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്? ഗോപി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ദൃശ്യമാധ്യമത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. കാരണം 1000-ത്തിലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, അതിലെ ഓരോ വാർഡുകളും, ഈ ഓരോ വാർഡുകളിലും മാറി മറിയുന്ന ഫലസൂചികകൾ അതത് സമയം അതത് നിമിഷം അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഏതൊരു ദൃശ്യമാധ്യമത്തെ സംബന്ധിച്ചും വെല്ലുവിളിയാണ്. പക്ഷേ മീഡിയ വൺ പൂർണ്ണ സജ്ജരാണ്. നാളെ രാവിലെ മുതൽ വോട്ടെണ്ണി തുടങ്ങുന്ന ആ നിമിഷം മുതൽ ഓരോ നിമിഷത്തെയും ഫല സൂചനകൾ ടാലിയായി കൃത്യമായ പട്ടികയാക്കി നമുക്ക് ഓരോ വാർഡിലെയും സൂചികകൾ ലീഡ് നില കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും വിധം 14 അംഗങ്ങളുള്ള 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 അംഗങ്ങളുള്ള ഒരു ടാലി ഡെസ്ക് നമ്മൾ ഇപ്പോൾ സജീവമാണ്. അത് കൃത്യമായി ഓരോ നിമിഷവും ഫലങ്ങൾ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വിവരങ്ങളും നമ്മുടെ സ്ക്രീനിൽ തത്സമയം ആളുകൾക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അത് ഗ്രാമപഞ്ചായത്തുകൾ എത്ര എണ്ണമാണെങ്കിലും ആ ഒരു ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിലെ കൃത്യമായ വാർഡിലെ ഫലസൂചനകൾ അതത് നിമിഷങ്ങളിൽ തന്നെ നമ്മുടെ ടാലി ബോക്സിൽ തെളിയുന്നതായിരിക്കും. റൈറ്റ്. നമുക്ക് ഒരുപക്ഷെ ബിബി, ഞങ്ങളുടെ ക്യാമറമാൻ ബിബി, ഇങ്ങോട്ടേക്ക് ഒന്ന് സൂം ചെയ്യാം. നമുക്ക് വേണ്ട എല്ലാ രീതികളും എങ്ങനെയാണ് ഓരോരോ വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ അതാത് സമയങ്ങളിൽ സെൻട്രൽ ന്യൂസ് ഡെസ്കിലേക്ക് അറിയിക്കുന്നു. അവിടെ നിന്ന് ഒരു നിമിഷം പോലും ചോർന്നു പോകാതെ അതാത് വിവരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും വിധമുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എത്ര വലിയ പ്രതീക്ഷയിലാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് അവരുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്നതായി അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്, ഏതൊക്കെ അനുകൂല ഘടകങ്ങളിലാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങൾ ഇരു മുന്നണികളുടെയും ബി.ജെ.പിയുടെയും വരുംകാല ഭാവിയെ ഏത് തരത്തിൽ സ്വാധീനിക്കാൻ പോകുന്നു, ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. നമ്മുടെ അതിഥികൾ തന്നെ എല്ലാ ബ്യൂറോകളിലും നമ്മുടെ അതിഥികൾ തയ്യാറുമാണ്. ഏതാണ്ട് 224
പോളിംഗ് സ്റ്റേഷനുകൾ, പോളിംഗ് ബൂത്തുകളിലാണ്, നാളെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്താകപ്പാടെ ഉള്ളത്. അതിൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. 8:30 തന്നെ നമുക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. ആദ്യ ഫല സൂചനകൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 9 മണിക്കാണ്. രാവിലെ 9 മണിയാകുമ്പോൾ തന്നെ ആദ്യ ഫല സൂചനകൾ നമുക്ക് കിട്ടും. 8:30 പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നു. 9 മണിക്ക് ആദ്യ ഫല സൂചനകൾ. ഒരുപക്ഷെ രാവിലെ 6 മണി മുതൽ തന്നെ 12:30 വരെ, രാത്രി 12:30 വരെ തത്സമയം ഇടതടവില്ലാതെ ഞങ്ങൾ എല്ലാ പരിപാടികളുമായി നിങ്ങൾക്ക് മുന്നിലുണ്ടാകും. നമ്മുടെ അതിഥികൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. അതിനുശേഷം സ്പെഷ്യൽ എഡിഷനിലെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് നമുക്ക് വരാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. കണക്കുകളിൽ വിശ്വാസമർപ്പിച്ച LDF-ഉം UDF-ഉം. മുന്നേറ്റം ലക്ഷ്യം വെച്ച് BJP. റീപോളിംഗ് നടന്ന മലപ്പുറത്തെ 105 ബൂത്തുകളിൽ 78.11% പോളിംഗ്. തൃശൂരിലെ 9 ബൂത്തുകളിൽ 78.8% പോളിംഗ്. ബാർക്കോഴ കേസിലെ തുടരന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശം. വിജിലൻസ് നടപടി മാനുവലിന് വിരുദ്ധമെന്ന് കോടതി. സ്റ്റേ കിട്ടാത്തത് സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എത്ര സമ്മർദ്ദമുണ്ടായാലും മാണി രാജിവെക്കേണ്ടതില്ലെന്ന് കേരള കോൺഗ്രസ്. മൂവാറ്റുപുഴ കൈവെട്ട് കേസിലെ പ്രതി നാസർ കീഴടങ്ങിയത് കൊച്ചിയിലെ NIA കോടതിയിൽ. നാസർ കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് NIA. നിമിഷങ്ങൾ എണ്ണി കേരളം കാത്തിരിക്കുന്നു. വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ നാളെ നടക്കും. വിവിധ ജില്ലകളിലായി 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആദ്യ ഫലങ്ങൾ 9 മണിയോടെയും അന്തിമ ഫലം ഉച്ചയോടെയും അറിയാനാകും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിന്റെ ആദ്യഫലങ്ങൾ 9 മണിയോടെയും അന്തിമഫലം ഉച്ചയോടെയും വ്യക്തമാകും. വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. 14 ജില്ലകളിലായി 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ഏറ്റവും കൂടുതൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുള്ളത് എറണാകുളത്താണ്. 28 കൗണ്ടിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെയുള്ളത്. ഏറ്റവും കുറവ് വയനാട്ടിലും 7 കൗണ്ടിംഗ് സ്റ്റേഷനുകൾ. പോസ്റ്റൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. 8:30 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരും. തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 1-ാം വാർഡ് മുതൽ എന്ന ക്രമത്തിലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. പരമാവധി 8 പോളിംഗ് സ്റ്റേഷനുകൾക്ക് ഒരു ടേബിൾ എന്ന നിലയിലായിരിക്കും കൗണ്ടിംഗ് ടേബിളുകൾ ക്രമീകരിക്കുക. വോട്ടെണ്ണൽ പുരോഗതി അപ്പോൾ അറിയിക്കുന്നതിനായി ട്രെൻഡ് എന്ന പേരിൽ പ്രത്യേക വെബ്സൈറ്റും കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള 10 കമ്പനി ഉൾപ്പെടെ 57 കമ്പനി പോലീസ് സേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ജില്ലകളിൽ ക്രമസമാധാനത്തിനുള്ള പോലീസ് സംവിധാനത്തിന് പുറമെയാണിത്. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രത്തിനും 3 ടയർ സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് DGP TP സെൻകുമാർ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് എന്റെ അതിഥി CPM-ന്റെ ഡോക്ടർ TM തോമസ് ഐസക്, BJP-യുടെ ശ്രീ MT രമേശ് കൊച്ചി സ്റ്റുഡിയോയിൽ, കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. മുസ്ലിം ലീഗിന്റെ MC മായിൻ ഹാജി എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജിനെ ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വളരെ വേഗം ചർച്ചയിലേക്ക് കടക്കാം. എന്നോടൊപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഒപ്പം തന്നെ MC മായിൻ ഹാജി. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോഴിക്കോട്ട് കോർപ്പറേഷനിൽ താങ്കൾ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എത്രത്തോളം പ്രതീക്ഷയുണ്ട് സംസ്ഥാനത്താകെ UDF-ന്റെ പ്രകടനം ഏത് രീതിയിലാകും നാളെ? എത്ര പ്രതീക്ഷയുണ്ട്? സംസ്ഥാനത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല മേൽക്കൈ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷാ നിർഭരമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഘടകങ്ങൾ? പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനെ ആധാരമാക്കുന്ന കുറേയധികം കാര്യങ്ങൾ. കാര്യമെന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വർഗീയ ഫാസിസം വളരെ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഞങ്ങൾ അത് ഉയർത്തിക്കാട്ടിയത് കേരളത്തിലെ ഇടതുപക്ഷവും ഈ ഇന്ത്യ രാജ്യത്തെ വർഗീയ ഫാസിസവും തമ്മിലുള്ള ഒളിച്ചുകളികൾ കൊണ്ട് രാജ്യത്തെ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനെതിരായ ഒരു പോരാട്ടം
ഞാൻ ഒരിക്കലും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പോരാട്ടത്തിലൂടെ അത് നേടിയെടുക്കാൻ കഴിയും. ആ ഒളിച്ചുകളിയും അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റും നടത്തുന്നത് ഉമ്മൻചാണ്ടിയും RSS BJP നേതൃത്വവുമാണ് എന്നതായിരുന്നു CPM-ന്റെ ഈ പ്രചാരണ വേളയിലെ തുടക്കത്തിൽ തന്നെ അവർ ഉന്നയിച്ച വിഷയം. അല്ല, അവർക്കത് എങ്ങനെയൊക്കെ പറയാമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിസ്ഥാനപരമായി RSS-നെതിരായും ഇന്ന് ഭരിക്കുന്ന BJP-ക്കെതിരായുമുള്ള രാഷ്ട്രീയ സഖ്യത്തിൻ്റെ മുന്നണി പടയാളിയല്ലേ. അപ്പോൾ അവർ തമ്മിലൊരു യോജിപ്പാണ് എന്നൊക്കെ പറയുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരാണത് വിശ്വസിക്കാൻ പോകുന്നത്? അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും CPM എടുക്കുന്ന ജനങ്ങൾ വിശ്വസിക്കാത്ത ചെറിയ ഇത്തരം ചില എന്താ പറയുക, അതിനൊരു വാക്കെനിക്ക് കൃത്യമായി കിട്ടുന്നില്ല. ജനങ്ങൾ വിശ്വസിക്കാത്ത പ്രചാരണങ്ങളാണ്. അതുതന്നെയാണ് CPM-നെ പൊതു സമൂഹത്തിൽ നിന്ന് കുറേശ്ശെയായി നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയില്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, വളരെ പെട്ടെന്ന് പറയൂ, 14 ജില്ലാ പഞ്ചായത്തിൽ എത്ര എണ്ണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത്തവണ? ഈ അവസാന നിമിഷത്തിൽ എണ്ണം പറഞ്ഞ് ആരെയും പിന്നെ നിരാശപ്പെടുത്താനോ അല്ലെങ്കിൽ ഉത്സാഹപ്പെടുത്താനോ ഞാനില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ രഹസ്യമാണോ? പ്രതീക്ഷ രഹസ്യം അങ്ങനെയല്ല, അതല്ല. ഞങ്ങളൊരു മുന്നണിയിൽ നിൽക്കുന്ന പടയാളികളല്ലേ. ഞങ്ങൾ ധാരാളം പടയാളികൾ. താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഈ സ്റ്റുഡിയോയിൽ തന്നെ നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ രംഗത്താണുള്ളത്. അവർക്ക് ഇന്നത് തോൽക്കും, ഇന്നത് ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ആശയും നിരാശയും ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ സംഖ്യയിലേക്ക് കടക്കുന്നില്ല. അഡ്വക്കേറ്റ് ഡോക്ടർ TM തോമസ് ഐസക്, ഇവിടെ തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷം വളരെ ചിട്ടയോടുകൂടി, വളരെ ഓർഗനൈസ്ഡായി, വളരെ ഏകോപന സ്വഭാവത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞു. 2005-ൽ പൊതുവെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ നല്ല നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന് 2010-ൽ ഒഴികെ. 2005-ൽ നിന്ന് 2010-ലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന താഴെത്തട്ടിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തമായിരുന്നിരുന്ന അടിത്തറയ്ക്ക് കോട്ടം തട്ടി എന്ന വിലയിരുത്തലായിരുന്നു. ഇത്തവണ അന്നുണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാൻ എത്രത്തോളം ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്? ഇപ്പോഴും ഒരു ഭാഗത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലും പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞെങ്കിലും താഴെത്തട്ടിൽ കൃത്യമായി വേരോട്ടം നടത്തി വോട്ടുകൾ ഉറപ്പാക്കാൻ, അന്നുണ്ടാക്കിയ ക്ഷീണം പരിഹരിക്കാൻ ഇടതുപക്ഷത്തിന് ആയിട്ടില്ല എന്നൊരു നിരീക്ഷണം ഒരു ഭാഗത്തുണ്ട്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു, എന്ത് പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? എൻ്റെ വിലയിരുത്തലതല്ല. 2010 ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി വരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം LDF-നുള്ളിൽ, പ്രത്യേകിച്ച് CPM-നുള്ളിൽ ഉണ്ടായിരുന്ന വിവാദങ്ങളാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് പരസ്യ വിവാദങ്ങൾ ഉണ്ടായത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അതിന് നേർ വിപരീതമാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. പൂർണ്ണമായ യോജിപ്പിൽ CPM-നുള്ളിലും അതുപോലെ തന്നെ LDF-ലും ഞങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇങ്ങനെ വിവാദങ്ങൾ വരുമ്പോഴാണല്ലോ പ്രവർത്തനം ക്ഷീണിക്കുക. അങ്ങനെയല്ല, വളരെ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ വെല്ലുവിളിയായി വന്നത് BJP ഞങ്ങളുടെ വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ സാമുദായിക സംഘടനകളെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ബന്ധമാണ്. അതെങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുക, വോട്ടിനെ സ്വാധീനിക്കുക എന്നുള്ളൊരു കേന്ദ്ര പ്രശ്നമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളൊന്നായി പ്രധാന കാര്യമായിട്ട് ഞങ്ങളതാണ് കാണുന്നത്. എന്നാൽ അത്തരത്തിൽ ഉള്ളൊരു വലിയൊരു ചോർച്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചിരുന്നപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഞങ്ങളെടുത്ത ഉറച്ച നിലപാട് നേരത്തെ ചോദിച്ചല്ലോ, BJP-യും കോൺഗ്രസുമായിട്ടുള്ള യോജിപ്പിൻ്റെ കാര്യം. അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ കേരളത്തിൽ കോലി ബീസൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത്തവണ അങ്ങനെ ഉണ്ടെന്നല്ലേ ഞങ്ങൾ പറയണം. ഇത്തവണ ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ തന്നെ അടവ് അരുവിക്കരയിലെ പോലെ BJP ഞങ്ങളുടെ കുറച്ച് വോട്ട് പിടിക്കുകയാണെങ്കിൽ, നിങ്ങളിൽ നിന്ന് അകലുന്നവരുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ചുളുവിൽ അങ്ങ് ജയിച്ചു വരാമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ ഏത് മതനിരപേക്ഷ നിലപാടെടുക്കുന്ന ആളും ശക്തമായിട്ട് എതിർക്കേണ്ട
ഈ സമുദായ സംഘടനകളും ബി ജെ പിയുമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്ന ഈ ബാന്ധവത്തെ എതിർക്കാൻ തയ്യാറായില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കൈക്കൊണ്ടു. അതാണ് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഞങ്ങളെടുക്കുന്ന പ്രിൻസിപ്പൽ സ്റ്റാൻഡിനോട് ഒരു അപ്രിസിയേഷൻ മതിപ്പ് ഉണ്ടാക്കിയത്. ഒക്കെ എത്ര വോട്ടായിട്ട് മാറും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. പക്ഷേ ഇതൊരു ഫാക്ടറാണ്. ഇന്ന് കേരളത്തിൽ ബി ജെ പിയുടെ ഈ പുതിയ അടവിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അത് മതന്യൂനപക്ഷങ്ങളടക്കം മറ്റ് സമുദായങ്ങളൊക്കെ കാണുന്നുണ്ട്. റൈറ്റ്. ശ്രീ എം ടി രമേശ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും അവരുടെ പ്രചാരണ ഘട്ടത്തിൽ ബി ജെ പിയുമായി രഹസ്യധാരണയുണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് പരസ്പരം കുറ്റം ചാർത്തിക്കൊണ്ടാണ് പ്രചാരണ രംഗത്ത് ഇരുവരും സജീവമായത്. ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും ഇത്തവണ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ, SNDPയുമായി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ ബി ജെ പിയെ അനുകൂലിക്കുമെന്ന പ്രതീക്ഷ, ഇതെല്ലാം ഉണ്ട്. ഈ പുതിയ സഖ്യ നീക്കങ്ങൾ എത്ര വലിയ നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഇരു മുന്നണികളും ബി ജെ പി ബന്ധം ആരോപിച്ച് പരസ്പരം നടത്തിയ ആരോപണ പ്രത്യാരോപണങ്ങളെ എങ്ങനെ കാണുന്നു? സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിട്ടുള്ളത് CPMഉം കോൺഗ്രസും ലീഗും തമ്മിലാണ്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ പരസ്യമായി സഖ്യത്തിലേർപ്പെട്ടിട്ടുള്ള ഒന്നിലേറെ സ്ഥലങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട IC സാറിന് ചൂണ്ടിക്കാണിച്ചതിനാലോ. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിങ്ങൾ ഒരുമിച്ചൊരു മുന്നണിയായിട്ടാണ് കോൺഗ്രസും CPMഉം മത്സരിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? മലപ്പുറം ജില്ലയിലെ താനൂർ നഗരസഭയിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ധാരണയില്ലേ? അപ്പോൾ ധാരാളം സ്ഥലത്ത് ഞാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ വാർഡുകളും പഞ്ചായത്തുകളും സ്ഥലവും ഒക്കെ പറഞ്ഞുതരാം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJP ഒറ്റയ്ക്ക് ജയിക്കും എന്ന് ബോധ്യമുള്ള സ്ഥലത്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങൾക്കതിൽ ആശങ്കയൊന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഭാവിയിൽ ഒരുമിച്ച് വരാനുള്ള സാധ്യത ഞങ്ങൾ ഇപ്പോഴേ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ സഖ്യം പറഞ്ഞുകൊണ്ട് ഇവർ സഖ്യത്തിലേർപ്പെടുകയും BJP സഖ്യം ആരോപിക്കുകയും ചെയ്യുന്നത് അത് ബാലിശമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പ്രാവശ്യം വിലപ്പോവുകയില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത് ഇരു മുന്നണി രാഷ്ട്രീയത്തിന് ബദലായി ഒരു മൂന്നാം ബദൽ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ആ ആഗ്രഹത്തിൻ്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ്. SNDP യോഗവുമായിട്ട് പ്രാദേശിക തലത്തിൽ പല സ്ഥലത്തും ധാരണയുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു സാമുദായിക സംഘടന എന്നുള്ളതൊക്കെ പരസ്യമായിട്ട് ആ സംഘടനയുടെ നേതൃത്വവുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ ഓരോ പഞ്ചായത്തിലും ചില നഗരസഭകളിലൊക്കെ തന്നെ SNDPയുടെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള പ്രാദേശിക നേതൃത്വമുള്ള സ്ഥലങ്ങളിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ പ്രാവശ്യം അങ്ങനെ സഖ്യമുണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമല്ല, പരസ്യമാണ്. ആ പഞ്ചായത്തുകൾ ഈ സഖ്യത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ ഇത് ഗുണകരമാകുമോ അല്ലോ എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഞങ്ങളുടെ വിലയിരുത്തലും വിശ്വാസവും അത് ഞങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല യോജിപ്പോടുകൂടി അത്തരം സ്ഥലങ്ങൾ മത്സരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ ഇവിടെ അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ. CPMന്റെ പരമ്പരാഗതമായ വോട്ടുകൾ അത് പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി വിഭാഗവും ആദിവാസി അടക്കമുള്ള ജനവിഭാഗമായിരുന്നു. ആ ജനവിഭാഗത്തിൻ്റെ പിന്തുണ ഈ പ്രാവശ്യം BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നിങ്ങൾ ഓരോ പ്രദേശത്തെയും വിലയിരുത്തുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഡോക്ടർ TM തോമസ് ഐസക്, താങ്കൾക്ക് മറുപടി പറയാം. MT രമേശിന്. രമേശ്, നമുക്ക് നാളെ കണക്ക് കൂട്ടാം. ജില്ലാ പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള BJPക്ക് സഖ്യകക്ഷിക്കും കിട്ടിയിട്ടുള്ള വോട്ട് കൂട്ടാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് പറയാം നിങ്ങൾ മുന്നേറിയോ ഇല്ലയെന്ന്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ പിന്നോക്കം പോയി. അതായിരിക്കും നാളെ കാണാൻ പോകുന്ന ഫലം. നിങ്ങളിങ്ങനെ അംഗീകാരം നേടാൻ വേണ്ടി സാമുദായിക സംഘടനകളെല്ലാം കൂട്ടുപിടിച്ചതൊക്കെ നിങ്ങളുടെ അടവുകൾ. പക്ഷേ ഇതിൻ്റെ ഫലം എന്താണെന്ന് നോക്കിക്കോളൂ. സീറ്റിൻ്റെ എണ്ണം 2010 താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ല, വോട്ടിൻ്റെ എണ്ണം തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയത്ര BJPക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്ര എന്ന് നോക്കിയിട്ട് നമുക്ക് തീർച്ചപ്പെടുത്താം BJP മുന്നോട്ട് പോയോ ഇല്ലയോ എന്നുള്ളത്. അതിൽ ഇനി CPM നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസുമായിട്ട് എവിടെയൊക്കെയോ യോജിച്ചെന്ന് പറയുന്നു. അതിൻ്റെ ലിസ്റ്റിംഗ് ഇതാ, ഞങ്ങൾ നടപടിയെടുക്കാം. ഒരു സ്ഥലത്തും കോൺഗ്രസുമായിട്ട് CPMന് ഒരു യോജിപ്പുമില്ല. രണ്ട് പാർട്ടികളായിട്ടാണ് യോജിപ്പ് ഒരു സ്ഥലത്തും ഒരു സാഹചര്യത്തിലുണ്ടാക്കാത്ത. ഒന്ന് BJP, രണ്ട് കോൺഗ്രസ്. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മൈൻ ഹാജി,
ലീഗ് ഇത്തവണ UDF-നകത്ത് കടുത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ്. മലപ്പുറത്ത് ആ അസ്വസ്ഥതകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കൊണ്ടോട്ടിയിലും പരപ്പനങ്ങാടിയിലും ലീഗ് ഒരു ഭാഗത്തും വികസന മുന്നണി മറുഭാഗത്തുമായി നിൽക്കുന്നു. മറ്റ് കക്ഷികളെല്ലാം തന്നെ ലീഗിനെതിരെ നിൽക്കുന്നു. ലീഗ് കോൺഗ്രസോട് ഇടഞ്ഞ് പോരാട്ടം നടത്തുന്നു. കരുവാരക്കുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അഷ്റഫ് അലിക്കെതിരെ സമസ്തയുടെ ഒരു സമസ്ത EK വിഭാഗം അഷ്റഫ് അലി തോൽപ്പിക്കണമെന്ന തരത്തിലുള്ള ആഹ്വാനം നൽകിയത് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. ഏത് തരത്തിലാണ് ലീഗ് മലപ്പുറത്തെ പോരാട്ടത്തെ കാണുന്നത്? താങ്കൾ ആദ്യം മലപ്പുറത്തെ കാര്യം മാത്രം പറയും. ഇല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്നതൊന്നും ശരിയല്ല. ഏതൊക്കെ ശരിയല്ലാത്ത കാര്യങ്ങൾ? ശരിയല്ലാത്ത ഒന്ന്, ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF-ൽ നിന്നുകൊണ്ട് ലീഗിനെ കോൺഗ്രസ് ഉൾപ്പെടെ ഒന്നിച്ചെതിർക്കുന്നു എന്നതൊരു പുതിയ സംഭവമല്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിലേറെ സ്ഥലങ്ങളിൽ ഒന്നിച്ച് സാമ്പാർ മുന്നണി എന്ന പേരിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായി ലീഗിനെ അവിടെ എതിർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകമായി വേങ്ങര, കണ്ണമംഗലം, അതുപോലെയുള്ള പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ ഒരിക്കലും UDF എന്നുള്ള നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താറില്ല, ഒരിക്കലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒന്നിപ്പോൾ ഈ പ്രാവശ്യവും വേങ്ങര ഉണ്ട്, ഈ പ്രാവശ്യവും കണ്ണമംഗലുണ്ട്, ഇപ്രാവശ്യം കൊണ്ടോട്ടി നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ ഈ സാമ്പാർ മുന്നണി ഇല്ല. കൊണ്ടോട്ടിയിൽ വേറെ വേറെയാണ്. ഞങ്ങളെ കൂടെയും കോൺഗ്രസിൻ്റെ പിന്നെ ഒരു സെക്ഷൻ ഞങ്ങളെ കൂടെ ഉണ്ട്. പിന്നെ കരുവാരക്കുണ്ട്, അതുപോലെ ഈ വണ്ടൂർ, നിലമ്പൂർ നിയോജകമണ്ഡലം മൊത്തം 24 സ്ഥലങ്ങളിൽ UDF എന്നുള്ള നിലയിൽ മത്സരിക്കുന്നില്ല. കഴിഞ്ഞ തവണ ഇതിലേറെ സ്ഥലങ്ങളിൽ അങ്ങനെ മത്സരിച്ചിട്ടില്ല, എന്നിട്ടും നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും ഒരു തരത്തിലും മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും, ഒരു പഞ്ചായത്ത് സീറ്റ് പോലും എണ്ണം കുറയ്ക്കാൻ ഈ സഖ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്നത് നാളെ ഉച്ചയോടുകൂടി താങ്കൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഇന്നേ മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. താങ്കൾക്ക് മനസ്സിലാകാൻ നാളെ ഉച്ചവരെ സമയം വേണം എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു പഞ്ചായത്ത് സീറ്റ് പോലും മുസ്ലിം ലീഗിൻ്റേത് എണ്ണം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2010 കിട്ടിയതിനേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം നേടും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിലും ഒരു സന്ദേഹവും മുസ്ലിം ലീഗിൻ്റെ ഒരു സാധാ പ്രവർത്തകന് പോലും ഇല്ല. അതാണ് വാസ്തവം. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുക പ്രാദേശിക വിഷയങ്ങളാണ്. എന്നാൽ അതിനതീതമായി ദേശീയ പ്രാധാന്യമുണ്ടായ നിരവധി വിഷയങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചിട്ടുള്ള വിഷയങ്ങളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായി പ്രചാരണ വിഷയങ്ങളായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അത് ഉത്തരം നൽകാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? UDF-ന്റെ ഭരണ തുടർച്ച എന്ന അവരുടെ സ്വപ്നത്തിന് തിരിച്ചടിയേറ്റാൽ അത് UDF-നകത്തുള്ള ശൈഥില്യത്തിന് കാരണമാകില്ലേ? ഇടതുപക്ഷത്തിനാണ് ഒരുപക്ഷെ പിന്നോട്ടടി ഉണ്ടാകുന്നതെങ്കിൽ 2005-ന് ശേഷം ഉണ്ടായിരുന്ന ക്ഷീണം മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോക്കിനെ ബാധിക്കില്ലേ? BJP-യെ സംബന്ധിച്ച് അവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ, SNDP-യുമായി ഉണ്ടാക്കിയിട്ടുള്ള സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഉണ്ടാകില്ലേ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇല്ല ഗോപി, ഇതൊക്കെയാണ് ഈ രണ്ട് മുന്നണികൾക്കും, കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ, MT രമേശ് അവിടെ ഇരിപ്പുണ്ടല്ലോ, രണ്ട് മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. BJP-ക്കാണെങ്കിൽ ഇത് ഒരു കടന്നുവരവിൻ്റെ പ്രശ്നമാണ്. കേരളത്തിൽ കാലുകുത്താൻ ഒരു സ്പേസ് ഉണ്ടാക്കുക. അതിനിപ്പോൾ SNDP-യെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അത് എന്തുമാത്രം ഫലവത്താകും എന്ന് കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ബീഫ് പ്രശ്നം, അതുപോലെ അസഹിഷ്ണുതയുടെ വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ ഷാരൂഖ് ഖാനെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണം, അതൊക്കെ കേരളത്തിൻ്റെ സമൂഹം അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതൊക്കെ കാണാം. യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് ഒരു ചെറിയ കഷ്ണമെങ്കിലും അടർത്തിയെടുക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം തന്നെയാണത്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തെ കിട്ടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP-ക്ക് അതിനകത്ത് അഭിമാനിക്കാൻ വകയുണ്ട്. പക്ഷേ VS അച്യുതാനന്ദനും CPM നേതൃത്വവും നടത്തിയ ആക്രമണം, അത് എനിക്ക് തോന്നുന്നു അല്പം പുറകിലായിരുന്ന ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായിട്ട് ഒരു മേൽക്കൈ നൽകാൻ ഈ SNDP BJP കൂട്ടുകെട്ട് അവരെ സഹായിച്ചു. അതിന്തുമാത്രം ഫലവത്തായി എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടാമതൊരു ഘടകം കൂടി ഇവിടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ള അസഹിഷ്ണുതയുടെ വിഷയം, ബീഫ് വിഷയം, ഇതുപോലെയുള്ള പേടിപ്പിക്കുന്ന പല കാര്യങ്ങൾ, ആ പേടിയിൽ, ആശങ്കയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ
ക്രിസ്ത്യൻ മുസ്ലിം സമുദായം എങ്ങനെ ചിന്തിക്കുന്നു എന്ന ചോദ്യം, ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയേണ്ടതും ഈ തെരഞ്ഞെടുപ്പാണ്. നാളെ ഉച്ചയോടുകൂടി ബഹുമാനപ്പെട്ട മൈൻ ഹാജി പറഞ്ഞതുപോലെ നാളെ ഉച്ചയോടുകൂടി ഇതിൻ്റെയൊക്കെ ഫലം അറിയാൻ പറ്റും. മലപ്പുറത്ത് ലീഗിനോട് കൂടണോ കോൺഗ്രസിനോട് കൂടണോ, സ്വയരക്ഷയ്ക്ക് CPM ആണോ നല്ലത് എന്ന് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ചിന്തിക്കുന്നതല്ല, ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അതേപോലെ ഈഴവ സമുദായത്തിൻ്റെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇനിയിപ്പം BJPയുടെ കൂട്ടുകൂടാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കേരള സമൂഹത്തെയും കേരള രാഷ്ട്രീയത്തെയും അങ്ങേയറ്റം ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിനുള്ള ഉത്തരമായിരിക്കും നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഉച്ചയോടുകൂടി പ്രധാനമായിട്ടും തരിക എന്നാണ് ഗോപി ഞാൻ കണക്കാക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഒരു വിലയിരുത്തലിൽ ഏത് തരത്തിലുള്ള ഒരു നിലയായിരിക്കും ഈ ഇരു മുന്നണികൾക്കും നാളത്തെ തെരഞ്ഞെടുപ്പിൽ? നമുക്കൊരു പക്ഷേ ഒരു ഗസ്റ്റിന് കൂടിയുള്ളൊരു സമയമാണല്ലോ. ഇന്ന് ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ അത്തരം പ്രവചനങ്ങൾക്ക് പ്രസക്തി ഇല്ലല്ലോ. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിൽ താങ്കൾ എന്ത് കരുതുന്നു? ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏത് തരത്തിലുള്ള ഒരു റിസൾട്ടാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ആദ്യം നമുക്ക് BJP തുടങ്ങാം. BJP ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ വലിയ ഒരു ഉത്സാഹത്തോടു കൂടിയാണ് ഗോദായിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള ഒരു വീരവാദവുമായിട്ട്. പക്ഷേ പ്രചാരണ രംഗത്ത് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് രണ്ട് മുന്നണികളും വളരെ ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് BJPയുടെ ചുവടുകൾ പതറിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഏറ്റവും ഉദാഹരണം, ഞങ്ങളിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഡോക്ടർ തോമസ് ഐസക്കും ഞാനും. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഒരു ഘട്ടത്തിൽ കോർപ്പറേഷൻ ഇത്തവണ ഞങ്ങൾ പിടിക്കും, O രാജഗോപാലിനെ ഇവിടുത്തെ മേയറാക്കും എന്ന് വരെ BJP പറഞ്ഞിരുന്നു, കട്ടായം പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 3-4 സീറ്റ് എൻ്റെ അടുത്ത BJP സുഹൃത്തുക്കൾ പറയുന്നത് ഞങ്ങൾക്കൊരു 15 സീറ്റ് വരെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് താണുപോയി. കേരളം ആസകലം നോക്കുകയാണെങ്കിലും പ്രകടമായിട്ട് BJP അത്ര വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം ശ്രീ ജേക്കബ് ജോർജ് ഒറ്റ നിമിഷം. താങ്കൾ BJP കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് MT രമേശിന്റെ പ്രതികരണം കൂടി കേൾക്കാം. MT രമേശ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണല്ലോ. അദ്ദേഹം നിരീക്ഷണം നടത്തി അവസാനം UDF ജയിക്കുമെന്ന് പറയുന്നിടത്ത് നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. അതങ്ങനെയാണ് നിരീക്ഷിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് രാജഗോപാലിനെ മേയറാക്കുന്ന അദ്ദേഹത്തോട് ആരെങ്കിലും സ്വകാര്യമായി വന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. രാജഗോപാലിനെ പോലത്തെ ഒരാളെ മേയറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് BJP നല്ല മുന്നേറ്റം നടത്തും. തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പാർട്ടിയുടെ ഞങ്ങൾ മാറും. ബാക്കി നാളെ ഉച്ചവരെ കാണാം. ഞങ്ങളിവിടെയും പുറകോട്ടൊന്നും പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ സജീവമായിരുന്നു. കേരളത്തിൽ മൊത്തം നമുക്ക് കിട്ടുന്ന സീറ്റുകളുടെയും വോട്ടുകളുടെയും എണ്ണം നോക്കാം. അത് നോക്കിയാൽ BJP പുറകോട്ടാണോ മുന്നോട്ടാണോ എന്നറിയാമല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടായിരുന്നു. 18,000 കോർപ്പറേഷൻ നിങ്ങൾ പിടിക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ സാധിക്കുന്നുള്ള അവകാശവാദം ഞാൻ ഉന്നയിക്കുന്നില്ല. അത് ഈ അവസാന നിമിഷത്തിൽ അത്തരം അവകാശവാദം ഉന്നയിക്കുന്ന നിരർത്ഥകമാണെന്നറിയാം. ഒറ്റക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ BJPക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പാർട്ടി ഞങ്ങളൊരു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇനി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പാർട്ടിയായിട്ട് മാറാൻ BJPക്ക് സാധിക്കും. 6 മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് കാര്യമായിട്ടുള്ള വർധനവ് രാജഗോപാലിനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം അത് മാറ്റിവെക്കാം. അത് കഴിഞ്ഞാൽ ശ്രീ രാജഗോപാൽ അന്ന് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റകക്ഷി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആയിരിക്കുമെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം നഗരത്തിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഇനി അല്ലെങ്കിൽ പോലും അങ്ങനെ ആകാൻ സാധിച്ചില്ലെങ്കിൽ പോലും തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJPക്ക് മാറാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്ക് MLA-മാരും MP-മാരും ഒന്നുമില്ലല്ലോ തിരുവനന്തപുരത്ത്. ജേക്കബ് ജോർജ്, താങ്കൾ രണ്ടാമതായി പറയാൻ പോകുന്നത് LDF-നെ പറ്റിയാണ്. അതെ, LDF-ന്റെ കഴിഞ്ഞ തവണത്തെ പ്രകടനം വളരെ പരിതാപകരമായിരുന്നു. 70% സീറ്റുകളാണ് UDF നേടിയത്. ആ 70% നിന്ന് UDF താഴേക്ക് വരും. ഇടതുപക്ഷ മുന്നണി കാര്യമായിട്ട് മുന്നേറും. MT രമേശ് പറഞ്ഞതുപോലെ BJPയുടെ നില കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടും, യാതൊരു സംശയമില്ല. ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ 6 അംഗങ്ങളുണ്ടായിരുന്ന BJPയുടെ നില മെച്ചപ്പെടും. പക്ഷേ അത് ഈ കോർപ്പറേഷൻ കീഴടക്കുന്ന ലെവലിലേക്കോ ഒരു നിർണായകമായ ഒരു കക്ഷിയാവുന്ന നിലയിലേക്കോ വളരും എന്നെനിക്ക് തോന്നുന്നില്ല.
പക്ഷേ കേരളത്തിൽ ഒട്ടാകെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ചില പോക്കറ്റുകളുണ്ട്. കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരമൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഒ രാജഗോപാൽ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്, ആ ഒ രാജഗോപാൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥലങ്ങളിൽ അവർക്ക് എത്ര പഞ്ചായത്ത് കിട്ടും? അതൊരു വലിയ ചോദ്യമല്ലേ? അതൊക്കെ നമുക്ക് കാണാം. നാളെ ഉച്ചയോടുകൂടി നമുക്ക് വീണ്ടും ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ BJP കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടും, അതേപോലെ ഇടതുപക്ഷ മുന്നണിയും മെച്ചപ്പെടും. UDF അതിൽ നിന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടെ താഴേക്ക് വരേണ്ടി വരും. ഇതൊക്കെ നമുക്ക് പൊതുവായി പറയാവുന്ന കാര്യം. എന്താണ് താങ്കൾ ഇതിന് മാനദണ്ഡമാക്കിയത്? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ നില മെച്ചപ്പെടുമെന്ന് പറഞ്ഞു. കോർപ്പറേഷന്റെ കാര്യത്തിൽ എത്ര കോർപ്പറേഷൻ ആണ് താങ്കൾ ഈ നില മെച്ചപ്പെടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്സോസിന്റെ സർവേ ഫലങ്ങൾ വന്നപ്പോൾ 4 ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും, 4 കോർപ്പറേഷനിൽ എന്നാണ് അവരുടെ പ്രവചനം വന്നത്. അല്ല, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് വേണ്ട വിധം ശരിയായ ഒരു പ്രചരണം നടത്താനോ നല്ല സ്ഥാനാർത്ഥികളെ നിർത്താനോ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടില്ല. എറണാകുളം നഗരസഭയിൽ ഇതിനേക്കാട്ടിൽ രൂക്ഷമാണ് കോൺഗ്രസിൻ്റെ വിഷയം. മേയർ ടോണി ചമ്മണി തന്നെ പറഞ്ഞു കോൺഗ്രസ് ദയനീയമായി പുറകിലേക്ക് പോവുകയാണെന്ന്. അവിടുത്തെ പല നേതാക്കന്മാരും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ നില വളരെ മോശമാണെന്ന്. ഭദ്ര, ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ഭദ്ര എന്ന പ്രഗത്ഭയായ കോൺഗ്രസ് നേതാവ് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു, തനിക്ക് സീറ്റ് നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കോൺഗ്രസിൻ്റെ അവിടുത്തെ നിലയും പരിതാപകരമാണ്. അപ്പോൾ ഈ രണ്ടിടത്തും ഞാൻ അങ്ങനെ ഒരു പൊതുവായ ഒരു വിലയിരുത്തലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 5 വർഷം മുമ്പിലത്തേക്കാൾ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തും. UDF നില കുറച്ചും കൂടെ ഡോക്ടർ ടി എം തോമസ് ഐസക്, ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകും. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ഘട്ടത്തിലാണ് ബാർ കോഡ് സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകുന്ന കോടതി പരാമർശം ഉണ്ടാകുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ടോ? 2, ഞാൻ നേരത്തെ പറഞ്ഞത്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SNDPയുമായി BJP ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് ആത്യന്തികമായി ഇടത് അടിത്തറയെ ഇളക്കുന്നതോ അല്ലെങ്കിൽ സാരമായ രീതിയിൽ ബാധിക്കുന്നതാണ് എന്ന ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുമോ ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിൻ്റെ മാത്രമല്ല, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികളെയും കുറിച്ചുള്ള വിലയിരുത്തലാണ്. ഇത് നമ്മൾ സംസ്ഥാനത്തെ സർക്കാരിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പല്ലല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം നിശ്ചയമായിട്ടും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ആ പഞ്ചായത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ നഗരസഭയിൽ എന്ത് നടന്നു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് രണ്ടും വിരുദ്ധ ദിശകളിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി ആരോപണങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ക്രെഡിബിലിറ്റി പ്രശ്നമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആ വിധി വന്നത് ബാർകോഡ് പ്രശ്നത്തെ വീണ്ടും കേന്ദ്ര സ്ഥാനത്തേക്ക് ഉയർത്തി. അത് പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. അതോട് ബന്ധപ്പെട്ടുകൊണ്ട് UDFൻ്റെ മറ്റഴിമതികളെക്കുറിച്ചും എല്ലാം വന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാനപ്പെട്ട സ്വാധീനമായിട്ട് ഈ അഴിമതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് UDFനെതിരായിട്ടുള്ള ഒരു സ്വാധീനമായിരിക്കും. റൈറ്റ്, അഴിമതിയായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഘടകം? മറ്റെന്തൊക്കെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉയർന്നു വന്ന എന്തെല്ലാം വിഷയങ്ങളാണ് ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. അതിഥികളെല്ലാം തന്നെയുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഡോക്ടർ TM തോമസ് ഐസക്, MT രമേശ്, MC മായിൻ ഹാജി, ജേക്കബ് ജോർജ് എന്നിവർ ഈ ചർച്ചയിൽ തുടർന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ത്രിതല പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇരിക്കെ കേരളം നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ നമ്മുടെ അതിഥികളായി എത്തുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ നിമിഷങ്ങളിൽ അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ ഡോക്ടർ TM തോമസ് ഐസക്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, MT രമേശ്, MC മായിൻ ഹാജി, ജേക്കബ് ജോർജ് എന്നിവരാണ് ഇന്ന് നമ്മളോടൊപ്പം പാനലിലുള്ളത്.
അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഴിമതി ഒരു വലിയ വിഷയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ നിർണ്ണയിക്കുന്നതിൽ എന്ന് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവസാന നിമിഷങ്ങളിൽ ബാർ കോഴ കേസിൽ KM മാണിയെ പ്രതിരോധത്തിലാക്കി ഉണ്ടായിട്ടുള്ള കോടതി പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കില്ലേ? ഇനി അത് കോൺഗ്രസിനെ ഒരല്പം UDFിനെ ഒരല്പം ആശങ്കപ്പെടുത്തുന്നില്ലേ? അല്ല, പൊതുവായ ഒരു ജനറൽ ഫിലോസഫി എന്ന നിലയ്ക്ക് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുകയാണ്. അഴിമതി പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അഴിമതിയും അഴിമതിക്കാരെയും ഒക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയാണുള്ളത്. അതിൽ ഞാൻ യോജിക്കുന്നു, അത് വസ്തുതാപരമാണ്. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന അഴിമതി ഏതാ? ഇവിടെ ഉന്നയിക്കുന്ന അഴിമതി കഴിഞ്ഞ 1.5 വർഷമായി ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാർക്കോഴ കേസാണ്. വേറൊരു പുതിയ അഴിമതിയൊന്നും ഇല്ലല്ലോ. ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കും. കുറെ കാലം ഒരു ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അഴിമതികളും പ്രശ്നങ്ങളുമായി അതവിടെ നിർത്തി. പിന്നെ ഇത് വീണ് കിട്ടിയപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു. അതിപ്പോൾ ഹൈക്കോടതിയുടെ വിജിലൻസിന്റെ റിവ്യൂ ഹർജി അതിന്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് നമ്മളൊരു ചർച്ച തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. പക്ഷേ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമായതുകൊണ്ടാണ്. അതിനകത്തൊക്കെ ഒരു ധാരാളം പിഴവുകളും പാകപ്പിഴവുകളും ഒക്കെ ഉണ്ട്. അതല്ല അതിൻ്റെ നിഗമനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാനത് സമർത്ഥിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഞാനൊരു ആ കാര്യത്തിൽ വിജിലൻസ് കോടതിയിൽ പൊതുവെ ഹാജരാകുന്ന ഒരു ചെറിയ വക്കീൽ എന്നുള്ള നിലയിൽ കൂടി എൻ്റെ പരിമിതമായ പരിജ്ഞാനം വെച്ച് ഞാനതിനെ സമർത്ഥിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ജനകീയ കോടതിയിലാണല്ലോ. ജനകീയ കോടതിക്കകത്ത് ഇത് ധാരാളം ചർച്ച ചെയ്താണ്. നമ്മൾ എവിടെ കണ്ടു? അതിന് ഏറ്റവും വലിയ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തപ്പെട്ടത് അരുവിക്കരയിലാണ്. ആ അരുവിക്കരയിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് ഓരോ ദിവസവും ഓരോ ന്യൂസുകൾ ഉണ്ടാക്കി, ഓരോരോ ചർച്ചകൾ ഉണ്ടാക്കി, ലീക്കിംഗ് ഉണ്ടാക്കി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരുടെ പേരിൽ പത്രങ്ങൾക്ക് ലീക്ക് ചെയ്ത് കൊടുത്ത് അത് ചർച്ച ചെയ്തിട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ജനങ്ങൾക്ക് അതിനകത്ത് വസ്തുതയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്, ഇവിടെ അഴിമതി മാത്രമല്ലല്ലോ, ജനങ്ങൾക്കൊരു ഭരണം വേണം. ആ ഭരണം ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, എൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ധൈര്യം ഏതെങ്കിലും ഒരു ഭരണാധികാരികൾക്ക് ഇന്നലെ വരെ ഉണ്ടായോ? അത് കാണിച്ചു കൊടുത്തിരിക്കും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തോമസ് ഐസക് സാർ പറയുന്നത് അത് ഈ ആൻറ്റി ഇൻകംബൻസി വരുന്ന തരത്തിൽ പഞ്ചായത്തിലെ ഭരണത്തെയും ബാധിക്കുന്നു. ഞാനത് പൂർണ്ണമായും സമ്മതിക്കുന്നു. അവിടെയും വരണം. പക്ഷേ നമുക്കറിയാമല്ലോ എന്താണ് ഇവിടുത്തെ സ്ഥിതി. എന്താണ് കോഴിക്കോട്ട് കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇവിടെയൊക്കെ പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതിൻ്റെ കണക്കെത്രയാ? എറണാകുളവും തൃശ്ശൂരും പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതിൻ്റെ കണക്കെത്രയാ? പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതാണല്ലോ ഒരു ബാരോമീറ്റർ. അതാണ് ഭരണം ജനങ്ങളിലേക്ക് എത്തിയതിൻ്റെ കണക്കുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരളവ് ബോധ്യപ്പെടുന്നത് ആ പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിലാണ്. ഒരു നിമിഷം താങ്കൾ തരുമോ? ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം എന്തോ ഇതിൽ ഇടപെട്ട് പറയാനുണ്ടെന്ന് അദ്ദേഹം കൈ ഉയർത്തിയിരുന്നു. ഡോക്ടർ TM തോമസ് ഐസക്, ഇല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം ഇടപെട്ട് പറയുന്നത്. ഡോക്ടർ PM സുരേഷ് ബാബു, താങ്കൾ അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ബാർ കോഡ് ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ താങ്കളെ ഈ ഘട്ടത്തിൽ നിരാശപ്പെടുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ 2010 70% മുന്നേറ്റമുണ്ടല്ലോ. ആ മുന്നേറ്റം ഇത്തവണ UDFിന് ഉണ്ടായില്ലെങ്കിൽ ഒരു ക്ഷീണം UDFിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സംഭവിച്ചാൽ ബാർ കോഴ കേസിലേക്ക് വീണ്ടും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടില്ലേ? KPCC അധ്യക്ഷൻ VM സുധീരൻ തന്നെ പറഞ്ഞത് രാഷ്ട്രീയ ഔചിത്യം മാനിച്ചുള്ള വിലയിരുത്തൽ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമെന്നാണ്. അത് UDFിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയുടെ അല്ലെങ്കിൽ അതിനകത്തുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളുടെ ഒരു സൂചനയല്ലേ? അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് കാണേണ്ടതില്ല. 2011 ഈ 11-ാം തീയതി ഈ 11-ാം തീയതി ഞങ്ങളുടെ KPCC നേതൃത്വ യോഗം ചേരുന്നുണ്ട്. അവിടെ വെച്ച് ഈ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കും. അതുവരെ ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു തീരുമാനമോ അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള വാക്കുകളോ പ്രയോഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ധാരണയും തീരുമാനവും. അതുകൊണ്ട് 11-ാം തീയതി ഞങ്ങൾ കൂടുകയാണ്. ഇപ്പോൾ ഈ നാളെ വോട്ടെണ്ണൽ കളി കഴിയും. പിന്നെ 11-ാം തീയതി തന്നെ KPCCയുടെ നേതൃത്വ യോഗമുണ്ട്. ആ നേതൃത്വ യോഗത്തിൽ വെച്ച് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അഴിമതി എന്ന് പറയുന്ന സംവിധാനത്തിനോട് സമരസപ്പെടുന്ന ഒരു സമീപനവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല, UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. ഞങ്ങൾ അതിനോടൊക്കെ താത്വികമായി എതിരാണ്. പക്ഷേ ആ അഴിമതി ചാർത്തുന്നത് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന അഴിമതിയാണ് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതുമാണ് നല്ലത്. ഡോക്ടർ തോമസ് ഐസക്,
ഇപ്പോൾ പ്രധാനപ്പെട്ട വാദം ഈ അഴിമതി പ്രശ്നം അരുവിക്കര ചർച്ച ചെയ്തതാണല്ലോ, എന്നിട്ടതിന് ഫലമുണ്ടായില്ലെന്നുള്ളതാണല്ലോ. അരുവിക്കര ഫലമുണ്ടായല്ലോ. അരുവിക്കര കോൺഗ്രസ്സിന് 40% വോട്ടേ ഉള്ളൂ. കോൺഗ്രസ് എന്നിട്ടും ജയിച്ചിരിക്കും. കഴിഞ്ഞ നിയമസഭയെ കിട്ടിയതിനൊക്കെ കുറവ് വോട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത്. എന്നിട്ടും ജയിക്കാൻ കാരണം UDF വിട്ടുപോകുന്ന വോട്ടുകൾ ഞങ്ങളിലേക്ക് വരുന്നതിന് പകരം BJPയിലേക്കാണ് പോയത്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് അതിന് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ UDFൻ്റെ വോട്ട് കുറച്ചു, അതാണ് യാഥാർത്ഥ്യം. അരുവിക്കരെ പോലെ ഞങ്ങൾ ഇനിയും ജയിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കേരളത്തിലുടനീളം BJP അരുവിക്കരയിലെ പോലെ കൂടുതൽ വോട്ട് പിടിക്കും. അപ്പോൾ തങ്ങൾക്കിങ്ങനെ ചുളിവിൽ ജയിച്ചു വരാം. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഈ BJP, SNDP, KPMSൻ്റെ ഒരു ഭാഗം, വിശ്വകർമ്മ മഹാസഭയുടെ ഒരു ഭാഗം, ഈ സാമുദായിക സംഘടനകളുമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തെ എതിർക്കാനോ വിമർശിക്കാനോ തയ്യാറാവാത്തത് ഈ ഒരു ഉന്നം വെച്ചുകൊണ്ടാണ്. ആണ് യാഥാർത്ഥ്യം. റൈറ്റ്. ശ്രീ മൈൻ ഹാജി, ഇവിടെ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഏത് തരത്തിലുള്ള ചിന്തകളിലേക്കും അത് ഏത് തരത്തിൽ ജനവിധിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആര് വേണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്ന് ജേക്കബ് ജോർജ് നിരീക്ഷിച്ചു. ഇവിടെ സമസ്തയുടെ ഭാഗത്തുനിന്ന് ഒരു ഘട്ടത്തിലുണ്ടായ പ്രതികരണം, വർഗീയ ശക്തികളെ നേരിടുന്ന കാര്യത്തിൽ കുറെ കൂടി ശക്തമായ പ്രതികരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നാണ്. അതിനെ പിന്തുടർന്ന് പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും കേരളത്തിലുണ്ടായി. ഇടതുപക്ഷത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോകാൻ ലീഗ് ഒരുങ്ങുന്നു, UDF ഇനി കോൺഗ്രസുമായി സമരസപ്പെട്ട് പോകാൻ കഴിയില്ല എന്നതുൾപ്പെടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സമസ്ത അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാനും സമസ്തയുടെ അനുയായിയാണ്. ഞാനൊരു പ്രസ്താവന നടത്തിയാൽ അത് സമസ്തയുടെ അക്കൗണ്ടിൽ എഴുതേണ്ടതില്ല. സമസ്ത അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാറില്ല. സമീപ ഭാവിയിലൊന്നും സമസ്ത ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്, BJPയുടെ സാന്നിധ്യം ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിന് BJPയെ ചെറുക്കാൻ പറ്റിയ ഒരു കക്ഷിയാണ് CPM എന്ന അഭിപ്രായം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കില്ല, അനുഭവം കൊണ്ടില്ല. BJP ആണെങ്കിലും CPM ആണെങ്കിലും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നാദാപുരം, അതുപോലെ കൂത്തുപറമ്പ് പോലെയുള്ള, തളിപ്പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ചെയ്യുന്നതിനേക്കാളേറെ ക്രൂരമായ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു ഫാസിസം കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CPM അല്ലാത്ത എല്ലാവരെയും ശരിയാക്കുക, CPM അല്ലാത്തവരൊന്നും ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല, അവരെ കൊള്ള ചെയ്യുക, അവരെ കൊല ചെയ്യുക, അവരെ ആക്രമിക്കുക, അവരെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, അവരുടെ സ്വത്തുക്കൾ കൊള്ള ചെയ്യുക, അവരുടെ തെങ്ങുകൾ വെട്ടിമാറ്റുക, ഇങ്ങനെ സ്ഥിരമായി പതിറ്റാണ്ടുകളായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന CPM എങ്ങനെ BJPയുടെ ആക്രമണ ഭീഷണിയിൽ നിന്നും ഈ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുമെന്ന് ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുക? ഒരിക്കലും. ജനാധിപത്യ ചേരിയിൽ ശക്തമായി നിലനിൽക്കുക, ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുക. ഇന്ത്യയിലെ ജനാധിപത്യം ഇത്തരം ഭീഷണികളെയൊക്കെ തടുക്കാൻ മാത്രം ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ മതി എന്ന ഉറച്ച വിശ്വാസമാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ജനാധിപത്യ മാർഗത്തിലൂടെ സംഘടിച്ചു, ശക്തിയാർജിച്ചു, വളരാൻ കഴിയുന്നിടത്തോളം വളർന്നുകൊണ്ട് കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചു കൊടുക്കുന്നതൊക്കെ അതിൻ്റെ പേരില്ല. എനിക്കൊന്ന് തോമസ് ഐസക്കിന് മറുപടി പറയും. ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ മറുപടി പറയില്ലേ? കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം പരമ്പരാഗതമായിട്ട് തന്നെ കുറവാണ്. അതിൽ ഞങ്ങൾ മാറ്റം വരുത്താൻ ഞങ്ങൾ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിലെ പൊതു സാഹചര്യം കേരളത്തിൽ BJPയുടെ വളർച്ചയോട് ഇന്ന് UDF സ്വീകരിച്ചിരിക്കുന്ന മൃദു സമീപനം, പ്രത്യേകിച്ച് ഈ പുതിയ രാഷ്ട്രീയ സഖ്യത്തോട്, അത് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലീഗിൻ്റെ ശക്തി, ലീഗ് അല്ലാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ,
ലീഗിൽ നിന്ന് ആരെങ്കിലും വിട്ട് ഇപ്പുറത്തോട്ട് ഇതിൻ്റെ ഫലമായിട്ട് വരുന്നു എന്നല്ല പറയുന്നത്. ആ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാറ്റം വരുന്നുണ്ട്. UDF നിന്നവർ ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഇനി തിരുവിതാംകൂർ പ്രദേശത്ത്, തിരുക്കൊച്ചി പ്രദേശത്ത് ഇത് വളരെ പ്രകടമാണ്. ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യനും ഉണ്ട്, മുസ്ലിമും ഉണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ ഇടതുപക്ഷം ക്ഷയിക്കാൻ പാടില്ല, അങ്ങനൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലൻസ് തെറ്റിപ്പോകും കേരളത്തിൻ്റെ എന്നുള്ളൊരു തിരിച്ചറിവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മമതയും അനുഭാവവും ഇടതുപക്ഷത്തോട് വന്നിട്ടുണ്ട്. അത് എത്ര വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നാളത്തെ റിസൾട്ട് വരുമ്പോഴേ പറ്റുള്ളൂ. പക്ഷേ അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്, വേണമെങ്കിൽ ഇല്ലെന്ന് പറയാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളത് വിലയിരുത്തുന്നുണ്ട്, കാണുന്നുണ്ട്. അതനുസൃതമായിട്ടുള്ള സമീപനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് നേരിയ തോതിൽ നില മെച്ചപ്പെടുത്താൻ കഴിയുകയും UDFന് നേരിയ ഒരു പിന്നോട്ടടി ഉണ്ടാവുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അത് UDFൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കും? അതല്ല മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ഇടതു മുന്നണിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കും? അല്ല, ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ UDF ഇത്ര ക്ഷീണിച്ചാലും UDFിനകത്ത് അതുപോലെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ. പക്ഷേ ബാർക്കോഴ വിവാദം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്, ഹൈക്കോടതിയിലാണ്. അപ്പോൾ അതിൻ്റെ വിധി, അത് സംബന്ധിച്ച ഒരു തീരുമാനം തിങ്കളാഴ്ച മറ്റും ഉണ്ടാവും. ആ വിധി ചിലപ്പോൾ പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയും UDFിനകത്തും കോൺഗ്രസിനകത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അതിന് ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് കുറച്ചും കൂടെ കോൺഗ്രസിൻ്റെ പരാജയമാണെങ്കിൽ UDFിന് പരാജയമാണെങ്കിൽ അതും കൂടി ആക്കം കൂട്ടിക്കൊടുക്കും. അപ്പോൾ KM മാണിക്കെതിരെയുള്ള ചില കേന്ദ്രങ്ങളുടെ ആക്രമണത്തിന് ശക്തി കൂടും. അത് UDFിലും കോൺഗ്രസിലും കേരള കോൺഗ്രസിൽ തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ചെറിയ സഹായം കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആത്മവിശ്വാസം, കുറേ കാലമായിട്ട് ഇടതുപക്ഷം വളരെ പുറകിലാണ് രാഷ്ട്രീയമായിട്ട്, അതിന് ഇഷ്യൂസൊന്നുമില്ല. ഇത്തവണയാണെങ്കിൽ വളരെ നല്ല വിഷയങ്ങൾ അതിന് കൈ കിട്ടി. വെള്ളാപ്പള്ളിയെ പോലെയുള്ള നല്ല വിഷയങ്ങൾ അവരുടെ കയ്യിലെത്തിച്ചേർന്നു. BJP വെള്ള SRP SNDP ബന്ധങ്ങൾ, അങ്ങനെ നല്ല രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കൈ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും വളരെ രസകരമായ ഒരു ദിവസമായിരിക്കും നാളെ. അപ്പോൾ നമുക്ക് കാണാം കൂടുതൽ. വളരെ രസകരമായ ദിവസം തന്നെയായിരിക്കും നാളെ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. താങ്കൾക്ക് ആശംസകൾ നേരുന്നു. ഹിമായൻ ഹാജി, നാളെ നമുക്കറിയാം ആരാണ് കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മൾ കോഴിക്കോട്ടെ നിയുക്ത മേയറാണ്. കോഴിക്കോട്ടെ നിയുക്ത മേയറാ. നമുക്ക് കാണാം. നാളെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏതായാലും പുറത്തു വരട്ടെ. ഏതായാലും ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. അഡ്വക്കേറ്റ് TM തോമസ് ഐസക് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഇത്തവണ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ഘടകങ്ങൾ അതിനെ സ്വാധീനിച്ചിരിക്കും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വിലയിരുത്താം. അഡ്വക്കേറ്റ് TM തോമസ് ഐസക്, MT രമേശ്, എല്ലാവർക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള ഫലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാനേ ഈ നിമിഷത്തിൽ എനിക്ക് കഴിയൂ. വളരെയധികം നന്ദി എൻ്റെ അതിഥികൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിനും. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.